അടുത്തതാണ് ASA ക്രൈറ്റീരിയ. ഇതിൽ എ എന്ന് പറയുന്നത് ആംഗിളും എസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് സൈഡുമാണ്. രണ്ട് എയുടെ ഇടയിലാണ് എസ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് സൈഡ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ DEFും. ഇതിൽ ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അതിന് എക്സ് എന്ന് പേര് കൊടുത്തു. അടുത്ത ആംഗിളും സെയിം ആണ്. അതിന് വൈ എന്ന് പേര് കൊടുത്തു. ഇനി ഈ രണ്ട് ആംഗിളിൻ്റെയും കോമൺ ആയിട്ടുള്ള സൈഡ് അതും ഈക്വലാണ്. ഈ രണ്ട് ആംഗിളിനോടും ടച്ച് ചെയ്തിട്ടുള്ള ഈ സൈഡിന് പറയാൻ എന്താണ് ഇൻക്ലൂഡഡ് സൈഡ്, അത് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അത് രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ്. അടുത്ത ട്രയാങ്കിൾ എങ്ങനെ എഴുതുക? നമുക്കിതിൽ രണ്ട് ആംഗിളും ഒരു സൈഡും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആംഗിൾ എക്സ്, പിന്നെ സിംഗിൾ ഡാഷുള്ള സൈഡ്, പിന്നെ ആംഗിൾ വൈ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ അടുത്തതിലും ആംഗിൾ എക്സ്, സിംഗിൾ ഡാഷ് ഉള്ള സൈഡ്, പിന്നെ ആംഗിൾ വൈ. ഇങ്ങനെ തന്നെ ആയിരിക്കണം ഓർഡർ എഴുതേണ്ടത്. അപ്പോൾ ABC, അപ്പോൾ DEF, ട്രയാങ്കിൾ DEF ഈ ഓർഡറിലാണ് എഴുതുന്നത്.